റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം ആര്യനാട് ലോൺ ആപ്പ് വഴി പണമെടുത്ത യുവാവ് ജീവനൊടുക്കി എന്നൊരു വാർത്ത വരുന്നു. ആര്യനാട് സ്വദേശി ആനന്ദാണ് ജീവനൊടുക്കിയത്. പണം നൽകാത്തതിനെ തുടർന്ന് ആനന്ദിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചതോടെ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഈ മാസം 6-നാണ് ആനന്ദ് ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കുടുംബം പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളുണ്ട്, അതുകൂടി ഒന്ന് കേട്ടുവരാം. കേരളത്തിലുള്ളൊരു ചങ്ങല ശൃംഖല അല്ല ഇത്, പുറത്തുള്ള ഏതോ ഒരു നമ്മുടെ സംസ്ഥാനം വിട്ടുള്ള ടീമാണ്. ഇതിനൊരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവണം പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് പ്രത്യേകിച്ച് സർക്കാർ ഇത് ഏറ്റെടുത്ത് ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും യുവാക്കളും യുവതികളും ഇതേപോലെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരാവശ്യം. ഫോണിൽ ഓൺലൈൻ ലോണിൻ്റെ ആപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ച് അവർ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ 30,000 രൂപ ഇട്ടില്ലെങ്കിൽ അവൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാ ഫോണിലോട്ടും മോർഫ് ചെയ്ത ചിത്രങ്ങൾ. ഇത് പേടിച്ചാണ് അവർ ചെയ്തത്. ഈ ലോണിന്റെ കാര്യം നിങ്ങൾ എങ്ങനെ അറിയുന്നത്? ഞങ്ങൾ മൊബൈൽ നോക്കി. അതുപോലെ ഈ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് ഇത്ര മണിക്കകത്ത് പൈസ അയച്ചില്ലെങ്കിൽ എല്ലാ മൊബൈലിലും അവൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാ മൊബൈലുകളിലും അയക്കുമെന്ന് പറയും. ആരെ എവിടെ നിന്നാണ് വിളിക്കുന്നത്, എങ്ങനെ എന്തെങ്കിലും അതിനുള്ളത് അറിയാൻ പറ്റില്ല. കാര്യം ആ ട്രൂ കോളർ വിയറ്റ്നാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പോലീസിലും സൈബർ സെല്ലൊക്കെ പറഞ്ഞു ഞങ്ങൾ പരാതി കൊടുത്ത് ഫോണൊക്കെ കൊണ്ടുവന്ന് പരാതി കൊടുത്ത്. MG പ്രതീഷ് ഉണ്ട്. MG പ്രതീഷ്, നമ്മൾ പാലക്കാട് നിന്നൊരു വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. സമാനമായ രീതിയിൽ ലോൺ ആപ്പിൽ കുടുങ്ങി മറ്റൊരു ചെറുപ്പക്കാരന് കൂടി ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം നമ്മുടെ ചുറ്റുപാടും അത്തരം കഥകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തിനാണ് ആനന്ദ് ഇത് ചെയ്തത്? എല്ലാവർക്കും അറിയാമല്ലോ, ലോൺ ആപ്പ് ഇത്തരം തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളാണ്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കലൊക്കെയാണ് പരിപാടി. ആ ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇമേജിൽ നിന്ന് ഈ ഫോട്ടോകൾ എടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഒരു തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയാണ് ആനന്ദ് ഇപ്പോൾ ജീവനൊടുക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്? MG പ്രതീഷ്. അരുൺകുമാർ, തീർച്ചയായും ഏറെ ദുഃഖകരമായ സംഭവമാണ്. ലോൺ ആപ്പ് ജീവനെടുക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ 21-കാരൻ ആനന്ദാണ് ലോൺ ആപ്പിലുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണികളെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ഈ മാസം 6-ാം തീയതിയാണ് ആനന്ദ് ആസിഡ് കുടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാകുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി ആനന്ദിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ ബന്ധുക്കൾ മരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ലോൺ ആപ്പിന്റെ ഭീഷണി ആനന്ദിനുണ്ടായതായി ബന്ധുക്കൾ അറിയുന്നത്. ഈ ലോൺ ആപ്പ് വഴി പണമെടുത്തിരുന്നു, പിന്നീട് തുടർച്ചയായി ആനന്ദിന് ഭീഷണികൾ വന്നിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. ഒപ്പം ആനന്ദിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ആനന്ദിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇതുവഴി അയച്ചു. അതിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആനന്ദ് എന്നതാണ് കുടുംബം പറയുന്നത്. പല അക്കൗണ്ടുകളിൽ നിന്ന് ഈ ചിത്രങ്ങൾ അയക്കുകയായിരുന്നു. ഒപ്പം ഈ ട്രൂ കോളർ പരിശോധിക്കുമ്പോൾ വിയറ്റ്നാമിൽ നിന്നുള്ള കോളുകളൊക്കെയായിരുന്നു ആനന്ദിന് വന്നിരുന്നത്. ഈ കോളുകളിൽ ഉൾപ്പെടെ നിരന്തരമായ ഭീഷണി ഉണ്ടായിരുന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ, അവർ ആവശ്യപ്പെടുന്ന പണം തിരിച്ചടച്ചില്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ മോശം ചിത്രങ്ങൾ അയക്കുമെന്ന് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആനന്ദിന്റെ മരണത്തിൽ സംശയം തോന്നിയ കുടുംബം ആദ്യം ഫോൺ പരിശോധിച്ചു. ഫോണിൽ നിന്നാണ് ഇത്തരത്തിൽ ലോൺ ആപ്പിന്റെ ഈ ലിങ്ക് കുടുംബം കാണുന്നത്. ഈ ലിങ്കിൽ സ്വാഭാവികമായി ഇതിൽ കയറുമ്പോൾ ആദ്യം അവർ ചോദിക്കുക നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് ആക്സസ് ചെയ്യാനുള്ള അനുവാദമാണ്. അത്തരത്തിൽ ഈ ലോൺ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടി തന്നെ അവർക്ക് ആ ഫോൺ ഹാക്ക് ചെയ്ത് ഈ ഫോണിൽ മറ്റു ഉള്ളവർക്ക് ഈ മോശം ചിത്രങ്ങൾ അയക്കാനുള്ള ഒരു സാധ്യത അവർക്കുണ്ട്. അത്തരത്തിൽ വലിയ ഭീഷണികൾ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ അന്വേഷണം വേണം. ഇനി ആർക്കും ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അരുൺകുമാർ. ഓക്കെ, പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ആനന്ദിന്റെ മരണം ഞെട്ടിക്കുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ലോൺ ആപ്പിന്റെ കെണിയിൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കുടുങ്ങരുത്. കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്ന മാഫിയ കേരളത്തിന് പുറത്താണിരുന്ന് ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ആ ലോൺ ആപ്പിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ചില വിവരങ്ങൾ ചോദിക്കും. നമ്മളിതൊന്നും അറിയാതെ കുത്തി കൊടുക്കും. എഗ്രി എന്ന് പറഞ്ഞുകൊണ്ട് കുത്തി കൊടുക്കും. അതിനുശേഷം നിങ്ങളുടെ കോൺടാക്റ്റുകളുടെ ഡീറ്റെയിൽസ് എടുക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഗാലറിയിൽ പോയി ഇമേജുകളുടെ പെർമിഷൻ ചോദിക്കും. ഇതൊന്നും അറിയാതെ ഈ പൈസ കിട്ടാനുള്ള ധൃതിയിൽ വളരെ പെട്ടെന്ന് ഓക്കെ യെസ് എഗ്രി എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കും.
ഒടുവിൽ പൈസ 1 2 ഇൻസ്റ്റാൾമെന്റ് മുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ചിത്രങ്ങൾ എടുത്ത് മറ്റേതെങ്കിലും പെൺകുട്ടികളുടെ ചിത്രവുമായിട്ട് ചേർത്ത് മോർഫ് ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും. വലിയ കെണിയാണ് ലോൺ ആപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രലോഭനങ്ങളിൽ വീഴരുത്. വഴിയെ നടന്നു പോകുമ്പോഴൊക്കെ മൊബൈൽ ഫോൺ വരും. നിങ്ങൾക്കിതാ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് 50,000 രൂപയുടെ ലോൺ വന്നിരിക്കുന്നു, പോയി വാങ്ങിച്ചോളൂ എന്ന് പറയും. പൈസയ്ക്ക് കാത്തിരിക്കുന്ന മനുഷ്യൻ കൊണ്ട് തലവെക്കും. പിന്നീട് അത് കെണിയാണ്, ഊരിയെടുക്കാൻ ഒരുപാട് പാടുപെടും. ഒരിക്കൽ കൂടി പറയുന്നു, ലോൺ ആപ്പുകൾക്ക് കെണി വെച്ച് കൊടുക്കുക. ആ കെണികളിൽ നിങ്ങൾ പെട്ടുപോകരുത്. കരുതലോടെ മാത്രം നീങ്ങുക. ഉത്തരവാദിത്തപ്പെട്ട ബാങ്കുകളിൽ നിന്ന് മാത്രം ലോൺ എടുക്കുക. ഇതുപോലെ സംഘങ്ങളുടെ കയ്യിൽ പോയി വീണാലുണ്ടല്ലോ, പക്ഷത്തിൽ അവരുടെ കഴുത്തിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ.